ശ്രീശങ്കര കൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഗർഭവാസ ക്ലേശങ്ങൾ, ശൈശവ ബാല്യക്ലേശങ്ങൾ, യൗവനത്തിലെ അവസ്ഥകൾ വർണ്ണിച്ച് ഈ ശ്ലോകത്തിൽ വാർദ്ധക്യത്തിലതാണ്. ഇപ്പോൾ വാർദ്ധക്യത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം വിപരീത ഗതിയോടൊത്തതായി, അതുകൂടാതെ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ ക്ലേശങ്ങൾ ഏറി, പൂർവാവസ്ഥകളിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് ഉള്ള ക്ലേശങ്ങൾ, രോഗങ്ങൾ, അതുപോലെ വിയോഗങ്ങൾ, ധനവുമായി, പ്രിയപ്പെട്ടവരുമായി, സ്ഥാനമാനങ്ങളുമായി, പദവികളുമായി, അങ്ങനെ വിയോഗങ്ങൾ തന്നെയാണ് വാർദ്ധക്യത്തിൽ. എന്നല്ല അനവസിത വപുഹു, ഒരു ബലമില്ലാത്ത നിൽക്കക്കള്ളിയില്ലാത്ത ശരീരത്തോടൊത്തവനായി. നിൽക്കണമെങ്കിൽ വടിയുടെ സഹായം വേണം, അതുതന്നെ വയ്യാത്ത അവസ്ഥ. ഇതെല്ലാം വന്നു ചേരുകയാണ്. പിന്നെയോ പ്രൗഢിഹീനം ചദീനം, എല്ലാ പ്രൗഢിയും പോയി. യൗവനത്തിൽ എന്തൊക്കെയായിരുന്നു? കൗമാരത്തിൽ ശരീരത്തെ പല വിധത്തിൽ അലങ്കരിച്ച്, അതുപോലെ യൗവനത്തിൽ പല പ്രകാരത്തിൽ ശരീരത്തെ അലങ്കരിച്ച് ഞാൻ കേമൻ, സുന്ദരൻ, സുന്ദരി എന്നൊക്കെ വിചാരിച്ച് നടക്കുകയായിരുന്നു. വലിയ പ്രൗഢിയാണ്. എന്നാൽ വാർദ്ധക്യത്തിൽ ജരാനര ബാധിച്ച് ദുർബലമായി, ഇന്നലെകളിൽ കൂടെ ഇരുന്നവർ ഇന്ന് ഇരിക്കാതെ എല്ലാവരാലും ഉപേക്ഷിതമായി, അങ്ങനെ തീർത്തും പ്രൗഢിഹീനമായി തീർന്നു. അതിൻ്റെ ദീനഭാവം, ദയനീയഭാവം. ഈ ദയനീയഭാവമൊക്കെ ഉള്ളപ്പോഴും മിഥ്യാമോഹാഭിലാഷൈഹി ഭ്രമതി മമ മനോ, മിഥ്യാമോഹാഭിലാഷങ്ങളെ കൊണ്ട് ഇപ്പോഴും മനസ്സ് ഭ്രമിക്കുകയാണ്. വാർദ്ധക്യത്തിൽ ഈ ഒരവസ്ഥയിൽ ക്ലേശങ്ങൾ അങ്ങേയറ്റത്ത് കഴിയുമ്പോഴും മിഥ്യയായിരിക്കുന്ന മോഹങ്ങൾ, എൻ്റെ മോനാണ്, എൻ്റെ മോളാണ്, അല്ലെങ്കിൽ പേരക്കുട്ടികളാണ്, അവരെന്നെ നോക്കും, അവരോടുള്ളതായ മമത്വബന്ധങ്ങൾ, മോഹപാശങ്ങൾ അതിപ്പോഴും ശേഷിക്കുകയാണ്. ഇത്രയ്ക്കൊക്കെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായി, ഇതൊന്നും തൻ്റെതല്ല എന്ന് ബോധിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോഴും പേരക്കുട്ടിയെ കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ അറിയാതെ മോഹിച്ചു പോവുക. അഭിലാഷങ്ങൾ, ഇപ്പോഴും വിഷയങ്ങളിൽ ആഗ്രഹങ്ങൾ വന്നു ചേരുന്നു. അസ്ഥാനത്താണെന്ന് അറിഞ്ഞാലും വന്നു ചേരുന്നു. അങ്ങനെ എൻ്റെ മനസ്സ് ഇപ്പോഴും ഭ്രമിക്കുകയാണ്, പല പ്രകാരത്തിൽ ഭ്രമിക്കുന്നു. അങ്ങനെ ഭ്രമിക്കുന്ന മനസ്സോ ദുർജഡേർ ധ്യാനശൂന്യം, ദുർജടിയുടെ പരമേശ്വരൻ്റെ ജഡയെ ധരിച്ചവൻ, ജഡാധാരിയായിരിക്കുന്ന പരമേശ്വരൻ്റെ ധ്യാനമില്ലാത്തതായി തീർന്നു മനസ്സ്. അപ്പോൾ വാർദ്ധക്യത്തിൽ ഇങ്ങനെ മറ്റെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടും നാനാവിധ രോഗക്ലേശങ്ങളാൽ ബാധിക്കപ്പെട്ടും പ്രൗഢിഹീനനായും ഇന്ദ്രിയ ശക്തിയില്ലാത്തവനായും ആധ്യാത്മിക ആദിഭൗതിക ആദിദൈവിക ദുഃഖങ്ങളാൽ ക്ലേശിക്കുന്നവനായും പൂർവാവസ്ഥകളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് പാപാനുഭവമുള്ളവനായിട്ടും എന്തിന് അനവസിത വപു, നിൽക്കാൻ പോലും പറ്റാത്ത ശരീരത്തോടു കൂടിയവനായിട്ടും ദീനഭാവത്തിൽ കഴിയുമ്പോഴും മിഥ്യാമോഹാഭിലാഷൈഹി ഭ്രമതി, മിഥ്യാ മോഹാഭിലാഷങ്ങളെ കൊണ്ട് മനസ്സ് ഭ്രമിക്കുകയാണ്. അങ്ങനെ ധ്യാനശൂന്യമാവുകയാണ്. അപ്പോഴും ഈശ്വര വിചാരം ചെയ്യുന്നില്ല, ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പോഴും മോഹാവേശങ്ങൾ തന്നെയാണ്. അതിൻ്റെ രൂപവും ഭാവവും മാറിയെന്നേ ഉള്ളൂ. ഈ വിഷയം വളരെ മനോഹരമായിട്ട് ശങ്കരാചാര്യസ്വാമികൾ തന്നെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ബാലസ്താവത് ക്രീഡാസക്ത, കൊച്ചു കുഞ്ഞാകുമ്പോൾ ശൈശവ ബാല്യങ്ങളിൽ എപ്പോഴും കളി കളി കളി, മറ്റൊരു ചിന്തയുമില്ല. തരുണസ്താവത് തരുണീസക്ത, തരുണനായിരിക്കുമ്പോൾ യുവത്വത്തിൽ തരുണികളിൽ യുവതികളിൽ മാത്രം ആസക്തനായി കഴിയുകയാണ്. വൃദ്ധസ്താവത് ചിന്താമഗ്ന, വൃദ്ധനായിരിക്കുമ്പോഴോ
ചിന്താമഗ്നനാണ്. ആലോചിച്ചിരിക്കുക, ചിന്തയിൽ മുങ്ങിയിരിക്കുക. നമ്മൾ വിചാരിക്കും ഭഗവാനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന്. ഭഗവാനെക്കുറിച്ചല്ല ചിന്ത. പണ്ട് കാലത്ത് ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, യൗവനത്തിൽ എനിക്ക് ഇത്ര ശക്തി ഉണ്ടായിരുന്നു, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നാനാവിധങ്ങളായ ചിന്തകളാണ്. ആ ഒരവസ്ഥയിൽ പോലും മരണം മുന്നിൽ വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടും മനസ്സ് ഈശ്വര വിചാരത്തിലേക്ക് നിമഗ്നമാവുന്നില്ലല്ലോ. അതാണ് പറയുന്നത് ദുർജടേർ ധ്യാനശൂന്യം. ഇതെന്തൊരു കഷ്ടമാണിത്. ഈ ഒരവസ്ഥയെ മുൻനിർത്തി പറയുകയാണ് ക്ഷന്തവ്യോ മേ അപരാധ ക്ഷന്തവ്യ. എൻ്റെ അപരാധം ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു. ശിവ 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 ഭോ പരമേശ്വര, മഹാദേവ ശംഭോ, എൻ്റെ എല്ലാ അപരാധവും ക്ഷമിക്കണമേ. ഇങ്ങനെ കടന്നു വന്ന ഓരോ അവസ്ഥയെക്കുറിച്ചും നിരൂപണം ചെയ്ത് ഗർഭവാസത്തിലും ശൈശവത്തിലും ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമുള്ള നാനാവിധ ക്ലേശങ്ങളെക്കുറിച്ച് ഓർത്ത് ആ ക്ലേശങ്ങൾക്കെല്ലാം കാരണമായ അപരാധം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം.